Hi friends, welcome to my YouTube channel. നമ്മളെ ഇന്ന് ഒരു fluffy cake ഉണ്ടാക്കാൻ പോണേനോ തോന്നാപ്പട്ടെ. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കത് കേക്ക് പൗഡർ വേണം, മറ്റേ ബേക്കിംഗ് പൗഡർ വേണം, ഒത്തിരി ഉപ്പ് വേണം, ഒത്തിരി ബട്ടർ വേണം, ഒത്തിരി ഷുഗർ വേണം, ഒത്തിരി എഗ് വേണം, ഒത്തിരി വാനില എസൻസ് വേണം. ചേട്ടനും കൂടി ഒന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കാനുണ്ട്. Ingredients എല്ലാം ചെയ്യാൻ. ഹലോ, അപ്പോൾ നമുക്ക് കേക്ക് ഫ്ലവർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം കറക്റ്റ് 1 കപ്പ് മൈദ വേണം, പിന്നെ ഒത്തിരി കോൺഫ്ലവർ. അപ്പോൾ നമുക്ക് ആദ്യം മൈദ ഒരു പാത്രം എടുത്തിട്ട് അങ്ങ് ഇടാം. എല്ലാം ഇട്ട് ഇനി അടുത്ത സ്റ്റെപ്പാണ് 2 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണിൻ്റെ ഒരു മെഷറിംഗ് കപ്പ് എടുത്തിരിക്കുന്ന. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കണം ഈ മൈദയിൽ. എടുത്തിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതങ്ങ് ഇവിടെ ഇരിക്കാം. അടുത്തത് ഇങ്ങനെ വെച്ചിട്ട് അതെ. അപ്പോൾ ഇനി 2 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടുണ്ട് നമ്മുടെ മൈദയിൽ. നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മുടെ മൈദയിൽ ഒട്ടിടാം. കെയർഫുള്ളി പിന്നെ ഒരെണ്ണം ഇട്ട് ഇനി രണ്ടാമത്തത് ഒന്നുകൂടി ഇടാം. നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു വിസ്കർ അല്ലെങ്കിൽ സ്പൂൺ അല്ലെങ്കിൽ കൈ കൊണ്ടും ചെയ്യാം. കൈ ഒന്ന് വൃത്തിയായിരുന്നാൽ മതി. ഞാനിപ്പോൾ വിസ്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണുള്ളത്, വിസ്കർ ഇല്ലെങ്കിലും സാരമില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട്. പക്ഷേ ഇവിടെ നല്ലതെല്ലാം നല്ലോണം മിക്സ് ആയി കിട്ടുന്ന വിസ്കർ വെച്ചിട്ട് ബീറ്റർ വെച്ച് ചെയ്തൂല. നമ്മുടെ കേക്ക് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലഫി കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 200 ഗ്രാം കേക്ക് ഫ്ലവർ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് 2 നുള്ളു ഉപ്പും ആഡ് ചെയ്തു. എന്നിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത കേക്ക് ഫ്ലവർ ആണിത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ബട്ടർ ഇടാം. ഈ പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൈ വെച്ചത് നീക്കാൻ പറ്റും. നമ്മൾ ബട്ടർ ഇട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഈ ബീറ്റർ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ബട്ടർ ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ ഇടാം. ഗ്രാജുവലി ഇട്ടാൽ മതി, 2 ബാച്ച് ആയിട്ടൊക്കെ ഇട്ടാൽ മതി. ഒത്തിരി ഇട്ടോ മതി. Little bit 1 night, little bit really bad sugar too. നമുക്ക് ബാക്കി ഇങ്ങനെ ഷുഗർ ഇത് മൊത്തം ഇടണ്ട. 2 pinch of ഇട്ടിട്ട് അതെല്ലാം ഇട്ടോ ഒത്തിരി ഇടാം. മുട്ട പൊടിക്കാം. ഈ സൈഡ് വെച്ച് Very good boy. My hands jump.
മുട്ട ചേർത്തിച്ചാണ് ഒരു പെർഫെക്റ്റ് എഗ് അയച്ചിട്ടുണ്ട്. ഇനി എന്ത് ചേർത്ത് ചേർത്തും ചെയ്ത് ഞാൻ ചെയ്ത് ചേർത്തും ചെയ്ത് ഞാൻ ചെയ്ത് മുട്ട ഇത് മിക്സ് ചെയ്താൽ ഇത് തിന്നാം. നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ഒത്തിരി ആയിട്ട് ഗ്രാജുവലി നമുക്ക് നമ്മുടെ ഈ മാവ് ഈ മിക്സറിലോട്ട് ഇടാം. ഇനി നമുക്ക് Thank you. Two teaspoons vanilla essence now. Okay. 2 teaspoons. Very good. ഒന്നും കൂടിയുണ്ട്. ഈ മിഡിൽ സൈഡിലാണ് തുള്ളിയും കൂടി വേണം. ഒരളവ് ഒത്തിരി ചെയ്തത്. നീ നമുക്ക് മിക്സ് ചെയ്യാം. നല്ലോണം ഷുഗറിന് ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ കേക്ക് ഫ്ലവർ നമ്മുടെ ബാറ്ററിലോട്ട് ഇടാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വീതം ആണ് ചേർക്കുന്നത്. ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ. അപ്പം ഞാൻ ഒന്നുകൂടി വെയിറ്റ് ലാസ്റ്റ് വൺ വെയിറ്റ്. ഇനി മിക്സ് ചെയ്തോ. ഇനി എല്ലാം നല്ലോണം മിക്സ് ആയിട്ട് ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇടാം. നല്ല മിക്സ് ചെയ്യാം. നല്ല ഫോഴ്സ് നമുക്ക് അടുത്ത ബാച്ച് ഇടാം. അപ്പോൾ ആദ്യത്തത് രണ്ടാമത്തത് ഇനി ഒന്നും കൂടി മിക്സ്. ഓക്കെ മിക്സ് 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 മിക്സ്. എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ബാച്ചായി. ഇനി നമുക്ക് ഇത് എല്ലാം ഇടാം. നമുക്ക് ഒരു ക്രാക്ക്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ ഇവന് കുറേ കപ്പ് കേക്ക്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റെസിപ്പിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. നല്ലോണം എല്ലാ സകല മാവും നല്ലോണം മിക്സ് ആക്കി വെക്കണം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇത് റെഡിയാക്കാം. ഈ ട്രേ 1 2 3 3 4 ഇനി നോക്കാം എത്തിയിട്ടുണ്ട്. 1 2 3 1 2 3 4 5 6 7 8 9 10 11 12 pieces. ഇനി നമുക്ക് ലാസ്റ്റ് പീസ് നമ്മളിപ്പോൾ ബാച്ച് ചെയ്ത്
ഇനി നമുക്ക് ലാസ്റ്റ് പീസ് ഓഫ് നമുക്ക് സ്പൂൺ വെച്ചാൽ നമുക്ക് നീക്കി വെക്കാൻ തന്നെ ഒത്തിരി കൂടിയുണ്ട് ലാസ്റ്റ് ബാച്ച് നമുക്ക് ഈ ലാസ്റ്റ് ബാച്ച് എട്ടടി ബാച്ചിന് നമുക്ക് മതി ഒത്തിരി കൂടി ലേത് വെച്ച് കോശിടാം നമ്മളിപ്പോ കൗണ്ട് ചെയ്തല്ലേ ഇപ്പൊ സ്പീഡല്ലേ നമ്മൾ കൗണ്ട് ചെയ്തപ്പോ ഇനി നമുക്ക് കുറച്ച് ലാസ്റ്റ് ഇത്രയും batch is something. Last batch one piece. നമ്മൾ കുറച്ച് ഇത് നമുക്ക് എയർ ബബിൾസ് കളിയാണ് അവനിലെത്തിച്ചു ഇപ്പോൾ എയർ ബബിൾസ് മുഴുവനോട്ട് little bit ഗ്യാസ് ഒത്തിരി ലൗഡ് നോയ്സ് ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് അവനിൽ ഇത് ബേക്ക് ചെയ്താക്കാം കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് നന്നായി മൂടിയേക്കും തിങ്ങാസാവോടെ ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്ന നമുക്ക് ഞാനൊന്ന് ഒന്നിച്ചത് ഈ പോലെ ഇരിക്കാന് ഒറ്റുകൂടാം ഈ കേക്ക് ഭയങ്കര രുചിയാണ് ഈ കേക്ക് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാമേ ഞാൻ ഈ കേസൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്പോൾ കണ്ടാൽ റെഡിയാ കേസ് ഇളക്കിയിട്ടുണ്ട് നല്ല ഫോം പോലെ ഇരിക്കുകയാണ് നമുക്ക് നല്ല ഫോം പോലെ ഇരിക്കും ഞാൻ നിങ്ങളുടെ അകം ഒന്ന് കാണിച്ചു തരാം ഈസിലി ഇറങ്ങി തരാം നോക്ക് ഇതൊക്കെ കണ്ടോ നല്ലോണം വെന്ത് ലൈക്ക് നല്ല ടേസ്റ്റി കഞ്ചി ഫേവറേറ്റ് കഞ്ചി നല്ല ഇത് നല്ല പഞ്ഞീൻ്റെ കേക്കാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ